ഈ പ്രപഞ്ചത്തിൽ സ്വന്തമായി എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എന്ന് മറുപടി പറയുന്ന ചിലരെങ്കിലും ഉണ്ടാകാം. എന്നാൽ ഒരിക്കൽ കൂടി ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ പൂർണ്ണമായ ഉടമസ്ഥാവകാശം അഥവാ പൂർണ്ണ നിയന്ത്രണം നമ്മളിൽ ഇല്ല എന്നുള്ളത്. എന്നാൽ മനസ്സിന്റെ പ്രവർത്തനമായ വികാരഭാവങ്ങൾ, നമ്മുടെ സന്തോഷം, സങ്കടം, ദേഷ്യം തുടങ്ങിയവ, ഇതെല്ലാം ഒരു പരിധി വരെ നമ്മുടെ നിയന്ത്രണ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ നിമിഷങ്ങൾ എങ്ങനെ ഇരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഒരു ഉദാഹരണത്തിന്, നമ്മളോട് കുത്തുവാക്ക് പറയുന്നവർ, നമ്മളെ പറ്റി പരദൂഷണം പടച്ചുവിടുന്നവർ, അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമുക്ക് പലയിടത്തും കണ്ടുമുട്ടാൻ കഴിയും. നമ്മുടെ ബന്ധുക്കളാകാം, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരാകാം, നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന് കരുതിയവർ തന്നെയാകാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നന്മയല്ല ഇവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ നമ്മുടെ നന്മ ലക്ഷ്യമിടാത്തവർ നമ്മുടെ വികാരഭാവങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, അഥവാ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മളെ പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അതിനടിമപ്പെട്ട് നാം പ്രയാസപ്പെട്ടാൽ അവർ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നന്മ ആഗ്രഹിക്കാത്തവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഉള്ളവരായി നാം മാറരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ, അതിനെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട്, നമ്മുടെ മനസാക്ഷിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ മനോധൈര്യം കൈവിടാതെ, നമ്മുടെ വൈകാരിക ഭാവങ്ങളെ നാം നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ നിമിഷങ്ങൾ വർണ്ണപ്പകിട്ടുള്ളതായി മാറട്ടെ. നന്ദി.